Hi friends, welcome to my YouTube channel Cooking with Shyma. നമുക്കിന്നൊരു Sri Lankan recipe ഉണ്ടാക്കിയാലോ? Karipincha Kenda. പേര് കേട്ടാലും പേടിക്കൊന്നും വേണ്ട കേട്ടോ. Karipincha Kenda എന്നാൽ കറിവേപ്പില കഞ്ഞി എന്നാണ് അർത്ഥം. ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്ന പലതും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ പറമ്പിലും ചുറ്റുവട്ടത്തുമെല്ലാം ഇത്തരത്തിൽപ്പെട്ട ഒന്നാണ് കറിവേപ്പില. പൗരാണിക കാലം മുതൽ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നു. പലപ്പോഴും നമ്മൾ കറിവേപ്പില കറികളിൽ നിന്നും എടുത്തു കളയുകയാണ് പതിവ്. കറിവേപ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഒരില 1000 ഗുണങ്ങൾ എന്നാണ് കറിവേപ്പിലയെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. കറിവേപ്പിലയിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ B12, വിറ്റാമിൻ സി, കാൽഷ്യം, അയൺ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, മിനറൽസ്, സാൾട്ട്സ്, അമിനോ ആസിഡ്സ്, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിൽ കറിവേപ്പില ഒരു മരുന്നായാണ് ഉപയോഗിക്കുന്നത്. കറിവേപ്പില കൊളസ്ട്രോൾ, പ്രമേഹം ഇവ വരുന്നത് തടയാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും തലമുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ ഉപകാരപ്രദമായ ഒന്നാണ്. കറിവേപ്പില കഞ്ഞി വളരെ ഹെൽത്തി ആയൊരു ഡിഷാണ്. നല്ല ദഹനത്തിന് സഹായിക്കുന്ന ഒരു കഞ്ഞിയാണിത്. ഇത് കഴിച്ചാൽ അസിഡിറ്റി പ്രശ്നങ്ങളും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഒഴിവാകും. വയർ ശുദ്ധമാക്കാൻ നല്ലൊരു വഴി കൂടിയാണ് കറിവേപ്പില കഞ്ഞി. ഈ കഞ്ഞി ആഴ്ചയിൽ 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റായി ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് കറിവേപ്പില കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി കുറച്ച് കറിവേപ്പില എടുക്കാം. അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് കറിവേപ്പില ഉണ്ടാകും. കറിവേപ്പില കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ വേണ്ടത് 1/4 കപ്പ് പച്ചരി, അല്ലെങ്കിൽ 1 കൈപ്പിടി പച്ചരി എടുത്താൽ മതി. 1 കപ്പ് തേങ്ങ ചിരകിയത്. തേങ്ങ കൂടുന്തോറും ഈ കഞ്ഞിയുടെ ടേസ്റ്റും കൂടും. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാം. ഇതിനായി ആദ്യം പച്ചരി കഴുകി കുക്കറിലിടാം. ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളമൊഴിക്കാം. അരി നന്നായി വെന്തുടയുന്നതുവരെ വേവിക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് കറിവേപ്പിലയും തേങ്ങയും അരച്ച് പാലെടുക്കാം. കറിവേപ്പില കഴുകി തണ്ടിൽ നിന്നും അടർത്തി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ കൂടി ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. തേങ്ങയും കറിവേപ്പിലയും അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിനറിൽ ഒഴിച്ച് അരിച്ചെടുക്കാം. ഇതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇത് കൂടി നമുക്കിനി അരിച്ചെടുക്കാം. പച്ചരി നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ തിളക്കാൻ അനുവദിക്കരുത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ കഞ്ഞിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഇളം ഉപ്പ് രുചി മാത്രമേ ഈ കഞ്ഞിക്ക് പാടുള്ളൂ. അപ്പോഴാണ് ഈ കഞ്ഞിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളപ്പിക്കരുത്. ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ചൂടാക്കിയാൽ മാത്രം മതി. കഞ്ഞി ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കറിവേപ്പില കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെ കളർ കണ്ടോ? നല്ല പച്ച നിറത്തിൽ. കാണാൻ തന്നെ എന്തു ഭംഗിയാ. കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടമാകുന്ന ഈ കഞ്ഞി നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. തേങ്ങാപ്പാലിൻ്റെയും കറിവേപ്പിലയുടെയും ആ കോമ്പിനേഷനായിട്ടുള്ള ഈ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.